നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നോക്കാം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുന്നവർ, LDCക്ക് വേണ്ടി പഠിക്കുന്നവരൊക്കെ മലയാളം, ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ മാത്സ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ ഈ ഒരു മലയാളം ഈ സെക്ഷൻ നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇടുന്നതിനനുസരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മോഡൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിലബസ് അനുസരിച്ച് തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ പഠിച്ചത് കൊണ്ട് യാതൊരു ദോഷവും വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ഇയർ വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതാണെങ്കിലും GK ആണെങ്കിലും നമുക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയെ തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നത് 4 എണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? നിലമറിഞ്ഞ് വിത്തിടണം, പുള്ളുവൻ പാടുന്നതേ വീണ പാടൂ, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ, ഓപ്ഷൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3 C ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3 C. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ഓക്കെ, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. അടുത്തത്, ശരിയായ വാക്യം കണ്ടെത്തുക. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുമുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇതാ അഭിവൃദ്ധി ഉണ്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം, ഒന്നാമത്തേൽ സെമികോളൻ, പിന്നെ അഭിവൃദ്ധിയുമുണ്ട്, എന്നാൽ പിന്നെയുള്ള മൂന്നാമത്തേൽ എന്താണ്? അഭിവൃദ്ധിയുണ്ട് അല്ലേ. ഇതാണ് ഇതിൽ വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് വരുന്നത്. ഓപ്ഷൻ 1, അതായത് A ആണ് വരുന്നത് കറക്റ്റ് ആൻസർ. അടുത്തത്, അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? 4 എണ്ണം തന്നിട്ടുണ്ട്. അധ്യാപകർ, നിലങ്ങൾ, വെള്ളക്കാർ, മലയാളികൾ. എന്താണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്? അലിംഗ ബഹുവചനം എന്താ? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം ബഹുവചന പ്രത്യയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൾ, മാർ എന്നിവയൊക്കെ അല്ലേ. ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. അതിൽ ബഹുവചനത്തിന് 3 വിഭാഗങ്ങളാണുള്ളത്. ബഹുവചനത്തിന് 3 വിഭാഗങ്ങൾ, അത് നമുക്കൊന്ന് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സലിംഗ ബഹുവചനം, പിന്നെയുള്ളതാണ് അലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പിന്നെ എന്തുണ്ട്? പൂജക ബഹുവചനം. പൂജക ബഹുവചനം. ഇതാണ് ബഹുവചനത്തിൻ്റെ 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? സലിംഗ ബഹുവചനം. ഇപ്പോൾ പുല്ലിംഗമാണെങ്കിൽ ഇപ്പോൾ ആൺകുട്ടി, അതിൻ്റെ ബഹുവചനം എന്താണ്? ആൺകുട്ടികൾ അല്ലേ. അതൊരു പുല്ലിംഗമായിട്ട്. ഇനി സ്ത്രീലിംഗമായിട്ടോ പെൺകുട്ടി, പെൺകുട്ടികൾ. അങ്ങനെ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഇപ്പം നദികൾ, മലകൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതിനെ നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറയുന്നു. ഇനി അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവെയുള്ള ഒരു ബഹുത്വത്തെ കാണിക്കുന്നതാണ്. അതായത് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനം. അത് ഓർത്താൽ മതി. അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അലിംഗം ലിംഗം ഏതാ, അതായത് ആൺപെൺ വ്യത്യാസം ഏതാന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് അലിംഗ ബഹുവചനം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ കുട്ടികൾ അല്ലേ, അതിൽ പെൺകുട്ടിയും ഉണ്ടാവും ആൺകുട്ടിയും ഉണ്ടാവും. കുട്ടികൾ. അധ്യാപകർ, അധ്യാപകരിൽ അധ്യാപികയും ഉണ്ടാവും അധ്യാപകനും ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള കാര്യം. ഇപ്പം മൃഗങ്ങൾ, മക്കൾ, ജനങ്ങൾ. അപ്പോൾ ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് ഇതിൽ വരുന്നത്, അലിംഗ ബഹുവചനത്തിൽ വരുന്നത്. പിന്നെ അടുത്തത് ഏതാണ്? പൂജക ബഹുവചനം. അത് നമ്മൾ ആദരവ് അല്ലെങ്കിൽ ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയം ചേർക്കുന്നതിനെയാണ് ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്വാമികൾ. ഏതൊക്കെയാണ് ചോദിക്കാറ്? സ്വാമികൾ അല്ലേ.
സ്വാമികൾ. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ കള്ളെന്ന പ്രത്യയം അല്ലേ, ബഹുവചന പ്രത്യയമാണ് ഈ കള്ളെന്ന് പറയുന്നത് അല്ലേ, കൾ. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ ഏതൊക്കെയാ? കള്ളുപയോഗിക്കും, പിന്നെ നമ്മൾ മാർ, അർ, അതൊക്കെ ഉപയോഗിക്കും. അങ്ങനെയുള്ളത് ചേർക്കുന്നതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം. അത് ആദരവിന് അല്ലെങ്കിൽ ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ സ്വാമികൾ അല്ലേ, ദീക്ഷിതർ, വൈദ്യർ, അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ബഹുവചനം 3 നിങ്ങൾ ഓർത്തിരിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കി. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? അപ്പോൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത ബഹുവചനം. അപ്പോൾ ഇതിൽ നിന്ന് അലിംഗ ബഹുവചനം നമുക്ക് പെട്ടെന്ന് കിട്ടും. അധ്യാപകർ തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ, അപ്പോൾ അതിൽ 2 പേരും ഉണ്ടായതുകൊണ്ട് അത് അലിംഗ ബഹുവചനമാണ്. വെള്ളക്കാർ, മലയാളികൾ ഒക്കെ അലിംഗ ബഹുവചനമാണ്. പിന്നെ ഇതിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? നിലങ്ങളാണ്. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ ഇതിലേതാ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ബി അല്ലേ, 2 ബി ആണ് വരുന്നത്, നിലങ്ങളാണ് വരുന്നത്. അടുത്ത ചോദ്യം, 1000 പ്ലസ് ആണ്ട് ചേർത്തെഴുതിയാൽ ആയിരത്താണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി മേഘം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? മേഘം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പര്യായം പഠിച്ചപ്പോൾ എക്സ്ട്രാ പഠിച്ചതാണ് ഏത്? മേഘം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഇത്തവണ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് മനസ്സിലാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് മേഘം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ആണല്ലോ. അപ്പോൾ മേഘത്തിൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതായിരുന്നു. ഏതൊക്കെയായിരുന്നു മേഘത്തിൽ വരുന്നത് എന്ന് ആലോചിച്ച് പറഞ്ഞ്. മേഘത്തിൽ വരുന്നത് ഏതൊക്കെയാ? ഘനം വരും അല്ലേ, ഘനം. പിന്നെയോ വാരിതം, അഭ്രം. ഇതൊക്കെ ഏതിൻ്റെയാണ്? മേഘത്തിൻ്റെതാണ്, മേഘത്തിൻ്റെ. അപ്പം മേഘത്തിൻ്റേതല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചതാണ്. ഓപ്ഷൻ എ കാഞ്ചിയാണ്. മേഘത്തിൻ്റേതല്ലാത്തത് ഏതാണ്? കാഞ്ചി. അപ്പം മേഘം എന്നതിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? കാഞ്ചി. മേഘത്തിൻ്റെ പര്യായങ്ങൾ നമുക്ക് ഒന്നും കൂടി പഠിക്കാം. ഏതൊക്കെയാണെന്നൊന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെയാണ് മേഘത്തിൻ്റെ പര്യായം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മുകിൽ, പിന്നെ ജലദം അല്ലേ, ജലദം, ജലധരം, മുകിൽ, ജലദം, ജലധരം, ഘനം, അംബുദം, അംബുദം, ഘനാഘനം. പിന്നെ ഇപ്പം നമുക്ക് ഒരെണ്ണം കൂടി കിട്ടി. എന്താണ്? അഭ്രം അല്ലേ. അഭ്രം നമുക്ക് അല്ലാതെയും അറിയാം, പക്ഷേ എന്താണ് മേഘത്തിൻ്റെ ഇതായിട്ട് അഭ്രം പഠിക്കാം. പിന്നെ നഭസ് പഠിക്കാം. അതൊക്കെ ഏതിൻ്റെയാണ്? മേഘമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? തെറ്റായ പദം: ചെലവ്, തത്വം, ചുവപ്പ്, ഉത്ഥാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത്. തത്വം നമ്മൾ പഠിച്ചതായിരുന്നല്ലേ, തത്വം ഇങ്ങനെയാണ്. ഇനി നോക്കി ഇതിൽ തെറ്റായ പദം ഏതാന്ന് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി, ചുവപ്പാണ് തെറ്റായിട്ടുള്ളത് അല്ലേ. ചെലവ് ശരിയാണ്, തത്വം ശരിയാണ്, ഉത്ഥാനവും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2 കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏത്? 2 കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാ വരുന്നത്? സ്വർഗത്തിലെ കട്ടുറുമ്പ്, അകമ്പടി ചോറ്റുകാർ, ആലത്തൂർ കാക്ക, കായംകുളം വാൾ. ഏതാണ് 2 കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്നത്? ഓപ്ഷൻ ഡി, കായംകുളം വാളാണ്. കായംകുളം വാൾ. ഇനി 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? 800 പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ഒരുമിച്ച് പഠിച്ചു നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഏതാ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, n + 100. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് നോക്കാം. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ആദ്യം നമുക്ക് 800 അല്ലേ. 800 എങ്ങനെയാണ്? n + 100 ആണ് 800. സന്ധി പഠിക്കുന്നവരാണെങ്കിൽ അല്ലേ, സന്ധിയും കൂടി നമുക്ക് പഠിച്ചിട്ട് പോകണം. നമ്മുടെ ഇതിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ കൂടി നമ്മൾ സന്ധി പഠിക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. ഇനി n + n + 1000 എങ്ങനെ വരും? ചേർത്തെഴുതുമ്പോൾ 8000 അല്ലേ, 8000. അപ്പോൾ n
പ്ലസ് 100 800, n പ്ലസ് 1000 ഏതാണ് 8000. ഇത് രണ്ടും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ തന്നെ അടുത്ത് നമുക്ക് രണ്ടെണ്ണം കൂടി നോക്കാം. അതേപോലെയുള്ളതാണ് ഇത്. കണ്ണീർ അല്ലേ, എങ്ങനെ എഴുതും? കൺ പ്ലസ് നീർ അല്ലേ, കണ്ണീർ. കൺ പ്ലസ് നീറാണ് കണ്ണീർ. ഇനി തണ്ണീർ. തണ്ണീർ അതുപോലെ തന്നെ എഴുതാലോ, തൺ പ്ലസ് നീറാണ് ഇത് തണ്ണീർ. കിട്ടി. അപ്പോൾ 4 എണ്ണം നമ്മൾ പഠിച്ചു. n പ്ലസ് 100 800, n പ്ലസ് 1000 8000, കൺ അധികം നീർ കണ്ണീർ, തൺ അധികം നീർ തണ്ണീർ. ഇതുപോലെ തന്നെ നമുക്ക് വെണ്ണിലാവ്. എങ്ങനെ എഴുതും വെണ്ണിലാവിനെ? വെൺ അധികം നിലാവ് അല്ലേ, വെൺ അധികം നിലാവ്. എങ്ങനെ എഴുതാൻ പറ്റും? വെണ്ണിലാവ് എന്ന് എഴുതാം. വെണ്ണിലാവ്, വെണ്ണിലാവ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നവരോ അല്ലെങ്കിൽ മലയാളം ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതും കൂടി ഒരുമിച്ച് എഴുതി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ദുഷ്കരം ഏതായിരിക്കും? ദുഷ്കരത്തിൻ്റെ വിപരീത പദം ഏതാണ്? സുകരം. ദുഷ്കരം സുകരം. ഓപ്ഷൻ സി ആണ് കേട്ടോ. 10ാമത്തെ ചോദ്യം. They have been building the new bridge since 2021. ഈ വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? They have been building the new bridges. They have been building the new bridge എന്നുള്ള ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021. ഈ വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? നമുക്ക് 4 വായിച്ചു നോക്കാം. ആദ്യം, അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇപ്പോഴും തുടരുന്നു. ഇനി അടുത്തത്, അവർ 2021 പുതിയ പാർലമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. ഇനി 3ലോ, പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവർ 2021 തുടങ്ങി. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവർ 2021 തുടങ്ങിയെങ്കിലും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? They have been building the new bridges since 2021. ഇപ്പോഴും തുടരുന്നു അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നോക്കാം. ആദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏതാണ്? നദിയുടെ പര്യായമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മേഘത്തിൻ്റെ പര്യായം ഇപ്പം നമ്മൾ 2 ക്ലാസ്സിലും പഠിച്ചു അല്ലേ. അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നദിയുടെ പര്യായമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നദിയുടെ പര്യായത്തിൽ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ, തടിനിയാണ്. ഓപ്ഷൻ എ തടിനി. നദിയുടെ പര്യായത്തിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ തടിനിയാണ്. തടിനി. കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമി, പിന്നെന്താണ് ഭൂമിയുടെ പഠിച്ചില്ലേ, മഞ്ഞിൻ്റെ അല്ലേ, മഞ്ഞിൻ്റെ പഠിച്ചു, മേഘത്തിൻ്റെ പഠിച്ചു. ഇന്നിനിപ്പോൾ നമ്മൾ നദിയുടെ പര്യായമാണ് പഠിക്കാൻ പോകുന്നത്. നദിയുടെ പര്യായം ഏതാണ്? തടിനിയാണ്. അപ്പോൾ ബാക്കിയുള്ള പര്യായങ്ങളൊക്കെ നമുക്ക് പഠിച്ചു പോകാം. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നദിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. തടിനി നമുക്കറിയാം. പിന്നെയുള്ളത് ഏതാണ്? നോടി എഴുതാം അല്ലേ. തടിനി, പിന്നെ തരംഗിണി. തടിനി തരംഗിണി. തടിനി തരംഗിണി. ധുനി കിട്ടൂലോ. തടിനി തരംഗിണി ധുനി. ഇനി സരിത്ത്. സരിത്ത് നിർജരി. നിർജരി. സരിത്ത് നിർജരി ആദ്. സരിത്ത് നിർജരി ആദ്. പിന്നെ ആബക. ഇതൊക്കെ ഏതിൻ്റെയാണ്? ഇതൊക്കെ നദിയുടെ പര്യായമാണ്. അപ്പോൾ നദി, ഭൂമി, മഞ്ഞൾ, മേഘം, ഈ 4 പര്യായങ്ങൾ നമ്മൾ ഈ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല, ഈ 4 വേഗം ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. 4 തന്നെ വേഗം പഠിച്ചോളൂ കേട്ടോ. മേഘം ഇപ്പോൾ 2ാമത്തെ തവണ അല്ല 3ാമത്തെ തവണയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഭൂമിയുടെ ഏതൊക്കെയായിരുന്നു? ധരണി, ധരിത്രി, ശോണി, പാര്, അജല, വസുധ, മേദിനി. അതൊക്കെ ഭൂമിയുടെ ഇതാണ്. മഞ്ഞ് എന്തൊക്കെയായിരുന്നു? നീഹാരം, തുഷാരം, ഹിമം, തുഹിനം, പ്രാലേയം. അതൊക്കെ ഏതാണ്? മഞ്ഞ്. മേഘം മുകിൽ, ജലദം, ജലധരം, ഘനം, ഘനാഘനം, അംബുധം, അഭ്രം, നഭസ്, പയോദം. അതൊക്കെ ഏതിൻ്റെയാണ്? അതൊക്കെ മേഘത്തിൻ്റെതാണ്. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ചഞ്ചലം. ഈ സചഞ്ചലം എന്നുള്ളത് താഴെ വരുന്നതാണ് കേട്ടോ. അപ്പം ഏതാണ് ഇതിൽ ചഞ്ചലത്തിൻ്റെ വിപരീതം ഏതാണ്? ചഞ്ചലം ഏതാണ്? ഓപ്ഷൻ ബി ആണ്.
ഈ സചഞ്ചലം താഴെയുള്ളതാണ്. അചഞ്ചലമാണ്. ചഞ്ചലം, അചഞ്ചലം. പിരിച്ചെഴുതുക. ഉണ്മ. ഉണ്മ എങ്ങനെ പിരിച്ചെഴുതാം? ഉൾ അധികം മ അല്ലേ? ഓപ്ഷൻ എ ആണ് ഉണ്മ വരുന്നത്. ഉൾ അധികം മ. ഇനി നിശ്ചയം. നിശ്ചയം നമ്മൾ പഠിച്ചതാ. ശരിയായ പദം ഏത്? നിശ്ചയമാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഏതാണ് കറക്റ്റായിട്ടുള്ള നിശ്ചയം? കറക്റ്റായിട്ടുള്ള നിശ്ചയം ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ? കറക്റ്റായിട്ടുള്ള നിശ്ചയം ഏതാണ്? ഓപ്ഷൻ സി. അത് പദശുദ്ധി നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പദശുദ്ധി നമ്മൾ തിരിച്ച് പഠിച്ചത് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ പ്രായശ്ചിത്തം, നിശ്ചയം, പിന്നെന്താ ദുശ്ചിന്ത, വൃശ്ചികം, അതൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഒരുമിച്ച് നിങ്ങളോട് എഴുതി വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഴുതി വെച്ചവർ ഇപ്പോൾ ഈ നിശ്ചയം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്താലും മതി. ഇനി സമാന പദം ഏത്? ഇനൻ. ഇനൻ്റെ സമാന പദം ഏത്? അതായത് ഇനൻ്റെ അർത്ഥം എന്താണ്? ഈ ഇനൻ പണ്ട് മുതലേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അല്ലേ? ഇനൻ കേട്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ഇനൻ്റെ അർത്ഥം എന്താണ്? ഇനൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഓപ്ഷൻ ഡി സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ നമുക്ക് കുറച്ച് പര്യായ പദങ്ങളും കൂടി നോക്കിയിട്ട് പോകാം അല്ലേ? എളുപ്പമാണ് സൂര്യൻ്റെ പഠിക്കാൻ. ആരൊക്കെയാണ് സൂര്യൻ്റെ പര്യായ പദത്തിൽ വരുന്നത്? രവി, രവി, പിന്നെ ആരാണ്? ദിനകരൻ, രവി, ദിനകരൻ, പിന്നെ ദിവാകരൻ അല്ലേ? രവി, ദിനകരൻ, ദിവാകരൻ, ആദിത്യൻ, ആദിത്യൻ, ഭാസ്കരൻ, ഭാസ്കരൻ, പിന്നെ ഇപ്പം നമ്മൾ പഠിച്ച ഇനൻ. ഇനൻ ഇതൊക്കെ ഏതിൽ വരുന്ന? പിന്നെ തരണി, തരണിയുണ്ട്. ഇതൊക്കെ ആരുടേതാണ്? സൂര്യൻ്റെ കേട്ടോ. സൂര്യൻ്റെ പര്യായത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ രവി, ദിനകരൻ, ദിവാകരൻ, ആദിത്യൻ, ഭാസ്കരൻ, തരണി, ഇനൻ. അടുത്ത ചോദ്യം, തെറ്റില്ലാത്ത വാക്യം ഏത്? മിക്കവരും തെറ്റിച്ച ഒരു പദമായിരുന്നു അല്ലേ? എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് കുത്തിയിട്ട് വന്നു. പക്ഷേ ഇതിൽ തെറ്റില്ലാത്തത് ഏതാണ്? നന്ദി പറയുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ളതല്ല, നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വമാണ് കേട്ടോ. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വമാണ്. ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട്. പരിഭാഷ എന്ത്? വിത്തുഗുണം പത്തുഗുണം അല്ലേ? പരിഭാഷ എന്താ നമുക്കറിയാം. ഇതിൻ്റെ ഏതാണ് വരുന്നത്? വിത്തുഗുണം പത്തുഗുണം. ഇനി ചേർത്തെഴുതുക. ഈ അധികം അൾ ചേർത്തെഴുതുക എന്ത് വരും? ഇവൾ അല്ലേ? ഇവൾ എന്നാണ് വരുന്നത്. ഇവൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇവൾ ഓപ്ഷൻ ബി. ലാസ്റ്റ് വൺ, കുളം കോരി ശൈലിയുടെ അർത്ഥം എന്താണ്? കുളം കോരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം 4 ഓപ്ഷൻ ഉണ്ട്. മോടി പിടിപ്പിക്കുക, അധ്വാനിക്കുക, നന്നാക്കുക, നശിപ്പിക്കുക. കുളം കോരി എന്ന് പറയുന്നത് എന്താണ്? നശിപ്പിക്കുക, നശിപ്പിക്കുക. 20 ചോദ്യങ്ങളും അതായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും LDCക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പിലും ഇട്ട് തരുന്നുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ പഠിച്ചു പോവാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സും അതോടൊപ്പം തന്നെ GKയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിച്ചു പോകാനും ശ്രദ്ധിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.